Hello dear students, welcome back to my chemistry class and here is your Asnaman. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. In the last class we will discuss about physical properties of metals. കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞിരുന്നു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി കുറച്ചുകൂടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അല്ലേ കാണാനൊക്കെ. സോ നമുക്ക് ഇന്നൊരു ആക്ടിവിറ്റി ചെയ്യാം. സോ ഫസ്റ്റ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. നമുക്കിനി ഒരു ആക്ടിവിറ്റി ചെയ്യാം. ആർ യു റെഡി? ഓക്കെ അപ്പം നമുക്കിനി ഒരു ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റി വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്? ഇവിടെ നോക്കൂ, ഒരു ബൾബ് കാണുന്നുണ്ട്. ഇവിടെ നോക്കൂ. യെസ്, ഇവിടെ ഒരു ബൾബുണ്ട്. അത് എന്തിനോടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? യെസ്, ഒരു സ്വിച്ച് ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയോ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് സംഭവിക്കുക? യെസ്, നമുക്കറിയാം. ഈ ബൾബ് ഇവിടെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ? ബൾബ് കത്തും. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്, ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്തു. നോക്കൂ, എന്ത് സംഭവിച്ചത്? ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങി അല്ലേ? യെസ്, എന്താ ഇതിന് കാരണം? വാട്ട് ഈസ് ദ റീസൺ? യെസ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബൾബിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ബൾബ് ഗ്ലോ ചെയ്തത്. പിന്നെ ഇതൊരു ഫിലമെൻറ്റ് ബൾബാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏത് ഫിലമെൻ്റ് ആയിരിക്കും? യെസ്, ടങ്സ്റ്റൺ. ഏത് മെറ്റലാണ്? ടങ്സ്റ്റൺ. അതുമാത്രമല്ല, ഈ വയറ് അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഏത് മെറ്റലായിരിക്കും? എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? യെസ്, കോപ്പറാണ് അല്ലേ? യെസ്, ചെമ്പ് കമ്പി ഈ വയറിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് ഈ ബൾബിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബൾബിലൂടെ ഇവിടെ എന്തുണ്ട്? ടങ്സ്റ്റൺ മെറ്റലുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി എവിടെ മുതൽ ഏതുവരെ എത്തി? യെസ്, ഈ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഈ കോപ്പർ വയറിൽ നിന്ന് താഴെ പോയി എന്നിട്ട് ഈ ബൾബ് വരെ എത്തി. അപ്പോൾ നമുക്കറിയാം കോപ്പർ ഒരു മെറ്റലാണ്. അതുകൊണ്ടാണ് അത് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നത് കൊണ്ടാണ് ഈ ബൾബ് വരെ എത്തിയത്. എന്നിട്ട് ബൾബിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് വന്ന് ഇവിടെ ഏതാണ്? ടങ്സ്റ്റൺ മറ്റൊരു മെറ്റലാണ്. ആ മെറ്റലും ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിച്ചു, കണ്ടക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ബൾബ് ഗ്ലോ ചെയ്തത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? യെസ്, മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു മനസ്സിലായി അല്ലേ? സോ ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കുക. ഓൾ മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. എന്ത് മനസ്സിലാക്കാനായിരുന്നു നമ്മൾ ആക്ടിവിറ്റി ചെയ്തത്? യെസ്, മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മളപ്പോൾ ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി? ഇലക്ട്രിക് ബൾബ് ഗ്ലോ വെൻ സ്വിച്ച് ഓൺ. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇലക്ട്രിക് ബൾബ് ഗ്ലോ ചെയ്തു. അതിനെ നമ്മൾ മെറ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു ആ പ്രോപ്പർട്ടി? യെസ്, എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് ആ പ്രോപ്പർട്ടി. എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ലെറ്റ് ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഒരു സബ്സ്റ്റൻസിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അതുമാത്രമല്ല, വേറെ എന്തുകൂടെ നമ്മൾ പഠിച്ചു?
ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതുകൂടെ നമ്മൾ പഠിച്ചു. എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഗോൾഡ് ആയാലും കോപ്പർ, സിൽവർ, അയേൺ, അലുമിനിയം, ടങ്സ്റ്റൺ, ഏത് മെറ്റൽ എടുത്ത് നോക്കിയാലും ഇതെല്ലാം ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. പക്ഷെ എല്ലാ മെറ്റൽസും ഒരേപോലെയല്ല ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. പല 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 രീതിയിലാണ്. സ്പീഡ് കുറച്ച് കുറഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബൾബ് കോപ്പർ വെച്ചിട്ട് ഗ്ലോ ചെയ്യിപ്പിക്കുമ്പോൾ നന്നായി നമുക്ക് പ്രകാശം കിട്ടും. പക്ഷേ അതുപോലെ ആവില്ല വേറെ മെറ്റൽസൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയും. ബൾബിൻ്റെ പ്രകാശം തരുന്നത് ആ വോൾട്ടേജ് ഒന്ന് കുറയും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത് വേറെ മെറ്റൽസാണ്. ഓക്കെ, സിൽവർ ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. മെറ്റൽസിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ കറണ്ടിനെ പാസ് ചെയ്യുന്നത് സിൽവറാണ്. ഓക്കെ, കോപ്പർ ആൻഡ് അലുമിനിയം ആർ ഓൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതേപോലെ തന്നെയാണ് കോപ്പറും അലുമിനിയം ഒക്കെ ഗുഡ് കണ്ടക്ടേഴ്സാണ് ഇലക്ട്രിസിറ്റിയുടെ. സ്റ്റിൽ ദ ഇലക്ട്രിക് വയേഴ്സ് ഇൻ അവർ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ. ഇപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി വയേഴ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ എന്താണ്? കോപ്പർ കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്താ നമ്മൾ സിൽവർ ഉപയോഗിക്കാത്തത്? യെസ്, സിൽവറാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യാമെന്നറിയാം. പക്ഷെ എന്നാൽ നമുക്കെന്താ സിൽവർ ഉപയോഗിക്കാത്തത്? നിങ്ങൾ വിചാരിച്ച് തന്നെയാണ്. സിൽവർ നല്ല വാല്യുവബിളാണ്, ഒരുപാട് ചിലവാണല്ലേ, ഒരുപാട് ക്യാഷ് വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് സിൽവർ ഉപയോഗിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പർ ഈസിലി അവൈലബിൾ ആണ്, എപ്പോഴും നമുക്ക് കിട്ടും. കോപ്പർ എല്ലായിടത്തും കിട്ടുന്ന ഒരു മെറ്റലായതുകൊണ്ടാണ് നമ്മൾ കോപ്പർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, കോപ്പർ ഒരുപാട് കണ്ടക്ട് ചെയ്യും ഇലക്ട്രിസിറ്റിയെ. ഓക്കെ, സിമിലർലി the electric wires that we seen on electric posts outside our houses are made of aluminum. അതുപോലെ തന്നെ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ലൈൻസൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ പുറത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നുള്ള ലൈൻസൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് ഏത് മെറ്റലാണെന്നറിയോ? അത് അലുമിനിയത്തിൻ്റെ മെറ്റലാണ്. വാട്ട് കുഡ് ബി ദ റീസൺ? അതെന്തുകൊണ്ട് അലുമിനിയം ഉപയോഗിച്ചത്? നമുക്ക് സിൽവർ നമ്മൾ പറഞ്ഞു വേറെ അവൈലബിൾ അല്ല, നമുക്കത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സിൽവർ ഒന്നും ഉപയോഗിക്കാത്തത്. പക്ഷേ അലുമിനിയം ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്നറിയോ? യെസ്, copper and aluminum are good conductors of electricity. They have very low resistance and allow the current to flow through them easily. Hence they are used to make wires for electrical transmissions. എന്തെങ്കിലും മനസ്സിലായോ? കോപ്പർ അലുമിനിയം ഒക്കെ ഗുഡ് കണ്ടക്ടേഴ്സാണ്, ഇലക്ട്രിസിറ്റിയെ നന്നായി പാസ് ചെയ്യിപ്പിക്കും, കടത്തിവിടും. അതുമാത്രമല്ല, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ലോ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സിൽ പഠിക്കും, ഫിസിക്സിലൊക്കെ പഠിക്കും. റെസിസ്റ്റൻസ് വളരെ കുറവാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോയെ തടഞ്ഞു നിർത്താനുള്ള കഴിവ്, അത് ഇവർക്ക് കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ നന്നായി പാസ് ചെയ്യും, വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും ഇലക്ട്രിസിറ്റിയെ. അതുകൊണ്ടാണ് അലുമിനിയം, കാപ്പറൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ വയേഴ്സായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, tap gently with a spoon on a metallic vessel and an earthen pot. What differences do you find? നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു മെറ്റലിൻ്റെ ഒരു പാത്രം, അലുമിനിയത്തിൻ്റേതോ അല്ലെങ്കിൽ ചെമ്പിൻ്റേതോ അയണിൻ്റേതോ അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റാലിക് വെസലിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അടിക്കാം. അതേസമയം വേറൊരു ചട്ടി, കലമൊക്കെ ഉണ്ടാവില്ലേ, മൺചട്ടികളൊക്കെ ഉണ്ടാവില്ലേ, യെസ്, അതിൻ്റെ മുകളിലും ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഞാൻ ചട്ടിയൊന്നും പൊട്ടിക്കാനല്ല പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് സ്പൂൺ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, മെല്ലെ ചെറുതായിട്ടൊന്ന് കൊട്ടി നോക്കുക. യെസ്, എന്തെങ്കിലും ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുമോ? യെസ്, ഉണ്ടല്ലേ? ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ എല്ലാ ആക്ടിവിറ്റിയും ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ മടിയന്മാരാവും. സോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. While tapping on a metallic vessel, we can hear a louder sound. ശ്രദ്ധിച്ചോ? നമ്മൾ എന്തെങ്കിലും മെറ്റാലിക് വെസലിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴേക്കും നല്ല സൗണ്ട്, നല്ല ലൗഡർ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും.
അല്ലേ? അതേപോലെ ആണോ നമ്മൾ മെറ്റാലിക് എർത്തൻ പോട്ട് മൺചട്ടിയുടെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ വലിയ സൗണ്ട് വരുമോ? ഇല്ല. യെസ്, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് പ്ലാസ്റ്റിക് ഓർ വുഡ് ടു മേക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് സിംബൽസ് ആൻഡ് ബെൽസ്. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഒക്കെയാണോ നമ്മൾ ബെല്ലുകൾ ഉണ്ടാക്കുക? സ്കൂളിലെ ബെല്ലില്ലേ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മരത്തിൻ്റെ ആണോ അതോ വല്ല പ്ലാസ്റ്റിക് ആണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതുപോലെ സിംബൽസ്, അതെന്താ? യെസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ. നമ്മൾ ബാൻഡ് സെറ്റിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറ് കാണാറുണ്ട് ധാരാളമായിട്ട് സിംബൽസ്. ഓക്കെ, ഞാൻ ഇനി നെക്സ്റ്റ് ഫിഗർ നിങ്ങൾ കാണും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിംബൽസ് എന്താണെന്ന്. യെസ്, ആ സിംബൽസൊക്കെ മരത്തിൻ്റെ ആണോ? നമ്മൾ ഇലത്താളം പോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് സിംബൽ. യെസ്, അത് മരമാണോ പ്ലാസ്റ്റിക് ആണോ അങ്ങനെ എന്തെങ്കിലും ആണോ? യെസ്, അല്ല അല്ലേ? നോ. വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ദം? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? യെസ്, അപ്പോൾ ഈ ബെല്ലുകളും സിംബൽസൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യാറ്? യെസ്, നിങ്ങൾ കണ്ടുപിടിച്ചു, മെറ്റൽസ്. നമ്മൾ മെറ്റൽസ് ആണ് ഉപയോഗിക്കാറ്. എന്തുകൊണ്ടാണ് മെറ്റൽസ്? ബിക്കോസ് ദേ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ടാപ്ഡ് വിത്ത് എ ഹാർഡ് മെറ്റീരിയൽ. മെറ്റൽസിന് നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഒരു മെറ്റലിൻ്റെ മുകളിൽ അടിച്ചാൽ മെറ്റൽസിന് നല്ല ലൗഡറായിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതാണ് മെറ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. ലൗഡർ സൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും മെറ്റൽസിന്. ഓക്കെ, ഇനി ഏതാണ് ആ പ്രോപ്പർട്ടി എന്നറിയോ നിങ്ങൾക്ക്? ഇവിടെ എന്താ ഫിഗറിൽ കാണിക്കുന്നത്? യെസ്, ചിലങ്ക. അത് ഏത് ടൈപ്പ് മെറ്റലാണ്? ഏത് ടൈപ്പ് മെറ്റീരിയലാണ്? യെസ്, മെറ്റലാണ് അല്ലേ. ചിലങ്കകളുടെ ഓരോ മണികൾ കിലുങ്ങണത് എത്ര ലൗഡായിട്ടാണ് നമ്മൾ കേൾക്കുക അല്ലേ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ. യെസ്, അതെന്തുകൊണ്ടാണ്? അത് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് സൊനോരിറ്റി. വാട്ട് ഈസ് സൊനോരിറ്റി? യെസ്, ഇത് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം ആ വേർഡിൽ നിന്ന് തന്നെ. ഇപ്പോൾ എന്താ കാണുന്നത്? ബെൽ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സിംബൽ എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് കേട്ടോ. സിംബൽസ് രണ്ടെണ്ണം ഉണ്ട്, സിംബൽസ് എന്ന് പറയണം. The ability of metals to produce sound when tapped with a hard material is known as sonority. അപ്പോൾ സോണോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസിന് ലൗഡറായിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് മെറ്റൽസിൻ്റെ മുകളിൽ നിന്ന് അടിച്ചാൽ അവർക്ക് ലൗഡായിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സൊനോറിറ്റി. ഓക്കെ, ഒരു കിച്ചണിലൊക്കെ പൂച്ച കയറിയിട്ടുണ്ടെങ്കിൽ നല്ല പാത്രങ്ങളൊക്കെ ഇങ്ങനെ താഴെ വീഴുമ്പോൾ നല്ല സൗണ്ട് കേൾക്കില്ലേ? യെസ്, കിച്ചണിൽ ഏത് ടൈപ്പ് വെസൽസാണ് നമ്മൾ യൂസ് ചെയ്യാറ്? യെസ്, മെറ്റാലിക് വെസൽ താഴെ ഒന്ന് വീഴുമ്പോഴേക്കും നല്ല സൗണ്ട് കേൾക്കും അല്ലേ? സോ അതാണ് സൊനോറിറ്റി. സോ അതുപോലെ നമ്മൾ വർഷിപ്പ് പ്ലേസിൽ ക്രിസ്ത്യൻസിൻ്റെ ചർച്ചിലൊക്കെ ബെല്ലുകളില്ലേ, മണികൾ. യെസ്, അത് പ്ലാസ്റ്റിക് ആണോ അതോ വല്ല കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണോ അതോ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണോ? അല്ല, അത് മെറ്റലാണ് അല്ലേ. നല്ല കട്ടിയുള്ള നല്ല ഹാർഡായിട്ടിരിക്കുന്ന മെറ്റൽ കൊണ്ടാണ് ആ ബെല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്താണ്? ആ മെറ്റൽ ഉപയോഗിച്ചാലാണ് ലൗഡായിട്ടുള്ള സൗണ്ട് ആ പള്ളിയുടെ ഏരിയയിൽ വരുന്ന എല്ലാ വീടുകളിലും അറിയണം. എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ അപ്പോഴല്ലേ പള്ളിയിൽ മണി അടിക്കുക എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? യെസ്, ദെൻ സിംബൽസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് സിംബൽസ് നല്ല സൗണ്ട് അല്ലേ ഇതിൻ്റെത്? ഇതൊക്കെ സൊനോറിറ്റിയുടെ എക്സാമ്പിൾസ് ആണ്. നമ്മുടെ ഇലത്താളം, ചെണ്ട, ഇലത്താളം പൂരത്തിനൊക്കെ നമ്മൾ കാണാറില്ലേ? ദെൻ മറ്റു ബെല്ലുകൾ. മീൻസ് നമ്മുടെ സ്കൂളിലെ ബെല്ല് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അത് ഏത് ടൈപ്പ് മെറ്റീരിയലാ? വുഡാണോ? നോ, അത് മെറ്റൽ കൊണ്ടാണ്. അതുകൊണ്ടല്ല നല്ല സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ ഈ ടൈപ്പ് ബെല്ലുകളുണ്ട്, ഇലക്ട്രിക് ബെല്ലാണ് കേട്ടോ ഇത്. അതും നല്ല ക്രന്ന സൗണ്ട് കേൾക്കാറുണ്ട് നമ്മൾ. ദെൻ ഇതിനെ പറയണതാണ് സൊനോറിറ്റി. സൊനോറിറ്റിക്ക് എക്സാമ്പിൾ നിങ്ങൾ ഇതൊക്കെ നോക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ സൈക്കിൾ ബെല്ലുകളുണ്ട്. അതുപോലെ നേരത്തെ മിസ് പറഞ്ഞ ചിലങ്കകൾ, ഇതൊക്കെ സൊനോറിറ്റിക്ക് എക്സാമ്പിൾസ് ആണ്.
ഓക്കെ, ഇതാണ് മെറ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സോണോറിറ്റി. നെക്സ്റ്റ് നമുക്കറിയാം മെറ്റൽസ് ജനറലി മെൽറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പോസസ് ഹൈ ഡെൻസിറ്റി. സാധാരണ മെറ്റൽസിനൊക്കെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, അതുപോലെ ഹൈ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താ നിങ്ങൾ ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതല്ലേ, ഡെൻസിറ്റി മാസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ, ഡെൻസിറ്റി അതിൻ്റെ വെയിറ്റ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നല്ല വെയിറ്റ് ഡെൻസിറ്റി ഉള്ളതാണ്, അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതാണ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് മെറ്റൽസിന്. പക്ഷെ എന്നാലും കുറച്ച് എക്സെപ്ഷണൽ കേസുകളുണ്ടാവും. എന്തിനും ഒരു എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും, അവരിൽ പെടാത്തത്, ഈ ഒരു സ്വഭാവത്തിൽ പെടാത്ത 1-2 ആളുകളുണ്ടാവും. സോ അതുപോലെയുള്ള കുറച്ച് മെറ്റൽസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഹൗവർ മെറ്റൽസ് ലൈക്ക് ഗാലിയം, സീഷ്യം ആൻഡ് മെർക്കുറി മെൽറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് ഈ ഗാലിയം സീഷ്യം ഒക്കെ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു. ഗാലിയം, സീഷ്യം ആൻഡ് മെർക്കുറി മെൽറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ചെറിയൊരു ചൂട് തട്ടുമ്പോഴേക്കും ഈ ഗാലിയം, സീഷ്യം ആൻഡ് മെർക്കുറി ഈ 3 മെറ്റൽസും ഉരുകിപ്പോവും, നന്നായി മെൽറ്റായി പോവും. ഗാലിയം നമുക്കറിയാം കൈയുടെ ഉള്ളിൽ, കൈവെള്ളയുടെ ഉള്ളിൽ ഇടുമ്പോഴത്തേക്കും അത് അലിഞ്ഞു പോവും. അബൌട്ട് 29 ഡിഗ്രി സെൽഷ്യസ് ചൂടാവുമ്പോഴേക്കും ഇത് അലിഞ്ഞു വരും. സോ ഇതാണ് പറഞ്ഞത്, എല്ലാ മെറ്റൽസിനും ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും അല്ല, ഹൈ ഡെൻസിറ്റിയും അല്ല. ഒന്ന് മനസ്സിലാക്കുക, 2-3 മെറ്റൽസ് ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഗാലിയം, സീഷ്യം ആൻഡ് മെർക്കുറി. ഓക്കെ, മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ ലോ ഡെൻസിറ്റി മെറ്റൽസ്. അതുപോലെ തീരെ വെയിറ്റ് ഇല്ലാത്ത, തീരെ ലോ ഡെൻസിറ്റി ആയിട്ടുള്ള മെറ്റൽസാണ് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ വളരെ കത്തി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റലാണ് സോഡിയം. നമ്മൾ കണ്ടതാണ് എക്സ്പെരിമെൻ്റ് അല്ലേ. ഓക്കെ, ദെൻ എന്താ നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്, what is that? Solid substances can be melted into liquid. നമുക്കറിയാം സോളിഡ് സബ്സ്റ്റൻസസ് മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കിയിട്ട് നമുക്ക് ലിക്വിഡ് ആക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണല്ലേ. ദെൻ വി നോ ദാറ്റ് ഐസ് മെൽറ്റ്സ് ടു ഫോം വാട്ടർ. നമുക്കറിയാം ഐസ് മെൽറ്റായിട്ട് ഉരുക്കിയിട്ട് വാട്ടർ ആവും എന്നറിയാം. ഐസ് ഒരു സോളിഡാണ്, അത് ഉരുകിയിട്ട് മെൽറ്റായിട്ട് വാട്ടർ ആവും, ലിക്വിഡ് ആവും. ആൻഡ് ഇഫ് ദിസ് വാട്ടർ ഈസ് ഹീറ്റഡ്, പിന്നെ വീണ്ടും ഈ വാട്ടർ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് ട്രാൻസ്ഫോം ഇൻ ടു വേപ്പർ. നമ്മൾ ഇതൊക്കെ വീഡിയോസ് എല്ലാം കണ്ടതാണ്, കാണാത്തവർ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുക പോയിട്ട്. ദെൻ യെസ്, ഈ വാട്ടർ എടുത്ത് നമ്മൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേപ്പറായി ആവിയായി പോകും അല്ലേ. ഇറ്റ് ഈസ് ദസ് പോസിബിൾ ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ് ഓഫ് എനി സോളിഡ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഏതൊരു സോളിഡ് സബ്സ്റ്റൻസസ് എടുത്താലും അതിനെ നമുക്ക് ലിക്വിഡാക്കി പിന്നെ അതിൻ്റെ വേപ്പേഴ്സ് ആക്കിയിട്ട് കളയാൻ പറ്റും. അതിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകളെ അതിന് മാറ്റാൻ പറ്റും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 സ്റ്റേറ്റുകളെ നമ്മളിങ്ങനെ ചേഞ്ച് ആക്കി മാറ്റാൻ പറ്റും, നമ്മൾ പഠിച്ചതാണ്. ദെൻ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് ഈസ് കോൾഡ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഇനി എന്താണ് മെൽറ്റിംഗ് പോയിൻറ്റ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്. ഏത് ടെമ്പറേച്ചറിലാണോ ഒരു സോളിഡ് ഉരുകിയിട്ട് ലിക്വിഡ് ആവുന്നത് അതാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ഐസ് ക്യൂബ് എടുത്ത് അത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെ അതിങ്ങനെ മെൽറ്റായി തുടങ്ങാൻ പോവില്ലേ. ആ സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചർ മുതലാണോ സോളിഡ് ലിക്വിഡ് ഐസ് ഇങ്ങനെ ഉരുകി മെൽറ്റ് ആവുന്നത് അതിനെയാണ് ആ ഫസ്റ്റ് ടെമ്പറേച്ചറിനെ നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ആൻഡ് ദാറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് ആൻഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ഈസ് കോൾഡ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ്. അതുപോലെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു കിച്ചണിൽ ചായ ഉണ്ടാക്കില്ലേ, ചായ ഉണ്ടാക്കുമ്പോൾ അത് തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പൊടിയിടും. അതിൽ ആ തിള വരുന്ന സമയം ആ ഒരു ടെമ്പറേച്ചർ, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ആ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിനാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഏതൊരു ലിക്വിഡും അത് ബോയിൽ ചെയ്യാൻ പോകുന്ന ആ ഒരു ടെമ്പറേച്ചറിന് പറയുന്നതാണ് ബോയിലിംഗ് പോയിൻ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. The
table given below shows the melting point and boiling point and density of some metals. ഇനി നമുക്ക് ഒരു ടേബിൾ നോക്കാം. ഈ ടേബിളിലെ ഓരോ മെറ്റൽസിൻ്റെയും മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി ഇങ്ങനെ 3 കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരട്ടെ. നിങ്ങൾ ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. അത് നോക്കിയിട്ട് ഏത് മെറ്റലിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിൻറ്റ്, ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി, അതേപോലെ തന്നെ ഇതെല്ലാം ഏറ്റവും കുറവുള്ളതും ഏത് മെറ്റലിനാണെന്ന് നോക്കി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി ഞാൻ തരുന്നത്, നിങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഫ്യൂച്ചറിലൊക്കെ. ഓക്കെ, we can now summarize the general physical properties of metals. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോസായിട്ട് നമ്മൾ എന്താണ് കണ്ടിരുന്നത്? മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, മെറ്റൽസിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചു. ഹൈ ഡെൻസിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ പഠിച്ചു. ദെൻ malleability, then sonority, then ductility, high melting point. സോ ഇതൊക്കെയാണ് നമ്മൾ ജനറലായി പഠിച്ച മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, given below are situations which make use of some physical properties of metals. സോ ഇനി താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളത്തിൽ എന്താണ്? യൂസ്, സെക്കൻഡ് കോളത്തിൽ പ്രോപ്പർട്ടി. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ യൂസ് ആൻഡ് സെക്കൻഡ് കോളത്തിൽ പ്രോപ്പർട്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ യൂസ് എന്താണെന്ന് നോക്കാം. ടു മേക്ക് ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ എന്താണ് ഏത് പ്രോപ്പർട്ടിയാണ് മെറ്റൽസിൻ്റെ ഉപയോഗിക്കാറ്? ഡക്റ്റിലിറ്റി ആണല്ലേ. ഇങ്ങനെ ഉരുട്ടി കമ്പി പോലെ ആക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. വയറ് പോലെ ആക്കും. അതിനാണ് അങ്ങനെയുള്ള പ്രോപ്പർട്ടി മെറ്റൽസിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലക്ട്രിക് വയേഴ്സുമായിട്ട് ഉപയോഗിക്കാൻ യൂസ് ചെയ്യാറ്? യെസ്, ഡക്റ്റിലിറ്റിയും അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇലക്ട്രിക് വയറായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ടു മേക്ക് അലുമിനിയം ഫോയിൽസ് ടു റാപ്പ് ഫുഡ് മെറ്റീരിയൽസ് റാപ്പ് ചെയ്യാൻ നമ്മൾ അലുമിനിയം ഫോയിൽസ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടു. യെസ്, എന്താണ് അതിൻ്റെ റീസൺ? മാലിയബിലിറ്റി എന്ന പ്രോപ്പർട്ടിയാണ്. ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് അല്ലേ? നല്ല തകിടുകളാക്കിയിട്ട്, നല്ല നേർത്ത തകിടുകളാക്കി മാറ്റാൻ പറ്റും, ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, ടു മേക്ക് യൂട്ടൻസിൽസ്. നമ്മൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മെറ്റൽസാണ്. എന്തുകൊണ്ടാണ്? ഏത് പ്രോപ്പർട്ടീസൊക്കെ ഉള്ള കാരണമാണ് മെറ്റൽസിന്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ചൂടിനെ നന്നായി കടത്തിവിടും. അതേപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ചെറിയൊരു ചൂട് തട്ടുമ്പോഴേക്കും നമ്മുടെ മെറ്റൽസ് പാത്രങ്ങളൊക്കെ ഉരുകിപ്പോവോ? ഇല്ല, നല്ല ചൂട് തട്ടണം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊന്നും ഒരിക്കലും മെൽറ്റായി പോവില്ല. അതുകൊണ്ട് തന്നെയാണ് യൂട്ടൻസിൽസ് ഉണ്ടാക്കാനും മെറ്റൽസ് ഉപയോഗിക്കുന്നത്. ദെൻ ടു മേക്ക് ഫാമിംഗ് ടൂൾസ്, നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാ പണി ആയുധങ്ങളും ഉണ്ടാക്കാനും നമ്മൾ മെറ്റൽസാണ് ഉപയോഗിക്കാറ്. എന്താ കാരണം? യെസ്, മെറ്റൽസിൻ്റെ ഹാർഡ്നെസ്, നല്ല കാഠിന്യമുള്ളതാണ് മെറ്റൽ. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല മാലിയബിലിറ്റി, അതിനെ പല ഷേപ്പുകളാക്കി പല പണിയായുധങ്ങളാക്കി മാറ്റണ്ടേ. മഴു, ചുറ്റിക, കൈക്കോട്ട്, അങ്ങനെ പല പണിയായുധങ്ങൾ നമുക്ക് ഉണ്ടാക്കണ്ടേ. അതിന് മാലിയബിലിറ്റി വേണം, പല ഷേപ്പിലാക്കി മാറ്റണമെങ്കിൽ. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ദെൻ ടു മേക്ക് ബെൽസ് യൂസ്ഡ് ഇൻ പ്ലേസസ് ഓഫ് വർഷിപ്പ്. നമ്മൾ ആരാധനാലയങ്ങളിലൊക്കെ ബെല്ലുകൾ കണ്ടു അല്ലേ? കഴിഞ്ഞ ഫിഗറിൽ കണ്ടല്ലോ. യെസ്, ക്രിസ്ത്യൻസിൻ്റെ ചർച്ചിലൊക്കെ ഉണ്ട്. അവിടെ ഏത് പ്രോപ്പർട്ടി ഉള്ളത് കാരണമാണ് നമ്മൾ മെറ്റൽസ് ഉപയോഗിക്കുന്നത്? സൊണോറിറ്റി, നല്ല ഹൈ ലൗഡായിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ മെറ്റൽസ്. യെസ്, സൊണോറിറ്റി. സോ ഇതൊക്കെയാണ് മെറ്റൽസിൻ്റെ പൊതുവായ സവിശേഷതകളും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ. ഓക്കെ, ഇനി മാം പറഞ്ഞിരുന്നു നിങ്ങളടുത്ത് സ്റ്റീൽ, കിച്ചണിൽ യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റീരിയലാണ് സ്റ്റീല്. പക്ഷേ സ്റ്റീൽ ഒരു മെറ്റലല്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പിന്നെ അത് ഏത് ഗ്രൂപ്പിൽ പെടുത്തു?
അതറിയോ നിങ്ങൾക്ക്? യെസ്, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നമ്മൾ അതിനെ എലോയ് എന്ന് പറയും. സോ എന്താണ് അപ്പോൾ എലോയ്? നമുക്ക് നോക്കാം. എ മെറ്റൽ മെയ്ഡ് ബൈ കമ്പൈനിങ് 2 or more metallic elements, especially to give greater strength or resistance to corrosion. സോ എലോയ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലല്ല, ഒരു മെറ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? ഡിഫറെൻ്റ്, 2 അല്ല അതിൽ അധികമോ മെറ്റാലിക് എലമെൻറ്റ്സ്, മെറ്റലുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മെറ്റലിനെ പറയുന്ന പേരാണ് എലോയ് എന്ന്. സോ അതിൽ ഒരു മെറ്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അതിൽ ഒരുപാട് മെറ്റൽസ് ഉണ്ട് അല്ലേ? പല പല മെറ്റൽസിനെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് എലോയ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ആർ ബ്രാസ് ഒരു എലോയ് ആണ്, അതൊരു മെറ്റൽ അല്ല. അതുപോലെ ബ്രോൺസ്, ദെൻ സോൾഡർ ചെയ്യാൻ നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു മെറ്റൽ എന്ന് പറയില്ല, അതൊരു എലോയ് ആണ്. സോൾഡർ ചെയ്യുന്നത് ഒരു എലോയ് ആണ് ദെൻ ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നമ്മൾ പറഞ്ഞ പോലെ ഈ സ്റ്റീൽ അതൊരു എലോയ് ആണ്. പിന്നെ ഇത് എന്തിനാണ് നമ്മളിപ്പോൾ എലോയ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നറിയോ? ചിലപ്പോൾ നമുക്ക് പല മെറ്റൽസിൻ്റെ, പല ലോഹങ്ങളുടെ പല പല ഗുണങ്ങൾ നമുക്ക് ഒരുമിച്ചെടുത്താൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരൊറ്റ മെറ്റൽ കിട്ടില്ലേ? സോ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മൾ ഗ്രേറ്റർ സ്ട്രെങ്ത്ത്, നല്ല സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കൊറോഷൻ, തുരുമ്പ് പിടിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇങ്ങനെ എലോയ് ഉണ്ടാക്കുന്നത്, റൈറ്റ്? സോ നമ്മൾ ഓരോ പല പല മെറ്റൽസിൻ്റെ ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഉള്ള കാരണം അതെല്ലാം കൂടി എടുത്താൽ ഇത് എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടില്ലേ? സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എലോയ് ഉണ്ടാക്കുന്നത്. ഇനി ഈ എലോയ് ഉണ്ടാക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നമുക്കൊരു എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് എലോയ്സ്, പിന്നെ അതിൻ്റെ യൂസസും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നെയിം ഓഫ് എലോയ് ബ്രാസ് എന്ന എലോയ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കാറ്? ബ്രാസിൻ്റെ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? പിത്തള എന്നൊക്കെ പറയില്ലേ? യെസ്, അതാണ് ബ്രാസിൻ്റെ ഏതൊക്കെ മെറ്റൽസ് ഉണ്ടെന്ന് അറിയോ? ബ്രാസിൽ കോപ്പർ ഉണ്ട്, അതുപോലെ സിങ്കും ഉണ്ട്. അപ്പോൾ കോപ്പറും സിങ്കും കൂടി ഈ 2 മെറ്റൽസ് കൂടി മിക്സ് ചെയ്തിട്ടാണ് പിച്ചള ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുള്ളത്? പിച്ചള, യെസ്, ഡോർ ഹാൻഡിൽസ് ആൻഡ് ഫിറ്റിങ്സ്. നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽ ഉണ്ടാവില്ലേ, അതുപോലെ ഒരുപാട് ഫിറ്റിങ്സിനൊക്കെ നമ്മൾ ഈ ബ്രാസ് ഉപയോഗിക്കാറ്. ദെൻ ബ്രോൺസിൻ്റെ മലയാളം എന്താണ്? വെങ്കലം, മെഡൽ കേട്ടിട്ടില്ലേ? വെങ്കല മെഡലുകൾ, ബ്രോൺസ് മെഡലുകൾ, യെസ്. ഇനി ഈ ബ്രോൺസിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയോ? ഏതൊക്കെ മെറ്റൽസാണ് ഈ ബ്രോൺസ് എന്ന എലോയിലുള്ളതെന്ന് അറിയോ? കോപ്പർ ആൻഡ് ടിൻ. കോപ്പർ എന്ന് പറയുന്നതും അതുപോലെ ടിൻ, ഈ 2 മെറ്റൽസ് ഉപയോഗിച്ചിട്ടാണ് ബ്രോൺസ് എന്ന് പറഞ്ഞ എലോയ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കാറ്? സ്റ്റാച്യൂസ്, പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ ബ്രോൺസ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ മെഡൽസ് എക്സെട്ര. ദെൻ സോൾഡർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽഡ് ചെയ്യാനൊക്കെ നമ്മൾ സോൾഡർ എന്നുള്ള എലോയ് ആണ് ഉപയോഗിക്കാറ്. ഇനി ആ എലോയിൽ ഏതൊക്കെ മെറ്റൽസാണുള്ളത്? ടിൻ ആൻഡ് ലെഡ്, ഈ 2 മെറ്റൽസാണ് ഈ സോൾഡർ അലോയിലുള്ളത്. ഇനി ഇവിടെ എന്തിനാണ് നമ്മൾ സോൾഡർ മെറ്റൽ അലോയ് ഉപയോഗിക്കാറ്? സോൾഡറിങ് മെറ്റൽസ് ടുഗെദർ, 2 മെറ്റൽസിനെ ഒട്ടിപ്പിക്കാൻ, അങ്ങനെ സോൾഡർ ചെയ്യാനാണ് നമ്മൾ സോൾഡർ എന്ന അലോയ് ഉപയോഗിക്കാറ്. ദെൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി കിച്ചണിൽ പോയി നോക്കിയാൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ മാമിന് ഓർമ്മ വരണം കേട്ടോ. സ്റ്റീൽ എന്ന അലോയിൽ ഏതൊക്കെ മെറ്റൽസ് ഉണ്ട്? അയേൺ, ക്രോമിയം ആൻഡ് നിക്കൽ, ഈ 3 മെറ്റൽസും കൂടി മിക്സ് ചെയ്തിട്ടാണ് സ്റ്റീൽ എന്ന അലോയ് ഉണ്ടാക്കിയിട്ടുള്ളത്. എവിടെയൊക്കെയാണ്? നമ്മൾ കിച്ചണിലും അതുപോലെ കട്ട്ലറിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. കിച്ചൺ സിങ്കിലൊക്കെ ഈ സ്റ്റീൽ, എല്ലാത്തും സ്റ്റീലാണ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, സ്റ്റീൽ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. നിങ്ങൾ വീട്ടിലെ അമ്മമാരോട് പോയി ചോദിച്ചു നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഏത് ടൈപ്പ് വെസൽസാണ്, യൂട്ടൻസിൽസാണ്, പാത്രങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ അവർ പറയും സ്റ്റീലാണെന്ന്. കാരണം എന്താ? പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കില്ല, നല്ല ഹാർഡാണ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ സ്റ്റീലിന്. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കണ്ടു? ആക്ടിവിറ്റി കണ്ടു അല്ലേ? ഇലക്ട്രിസിറ്റി, ബൾബ് ഗ്ലോ ചെയ്യുന്നത് ആക്ടിവിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ
ഇന്ന് ഏതൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. യെസ്, തെർമൽ, ഇലക്ട്രിക്കൽ, കണ്ടക്ടിവിറ്റി നമ്മൾ പഠിച്ചു. പിന്നെ സൊണോറിറ്റി പഠിച്ചു. ദെൻ ഡെൻസിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇതെല്ലാം നമ്മളിന്ന് പഠിച്ചു അല്ലേ? സോ ഇന്ന് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇനി മെറ്റൽസ് ചാപ്റ്റർ കണ്ടിന്യൂഷൻ ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ബൈ. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.